സുഗമാദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഇസബെല്ലയും ഋഷിയും പരസ്പരം യുദ്ധം ചെയ്യുന്ന എപ്പിസോഡാണ്. എന്തായാലും ഇസബെല്ല ആളെ അയച്ചിട്ടുണ്ടായിരുന്നു നന്ദനെ തട്ടിക്കൊണ്ടുവരാൻ. ഇസബെല്ലയുടെ ആളുകൾ അവിടെ ചെല്ലണതിന് മുമ്പായിട്ട് തന്നെ ഋഷിയുടെ ആളുകൾ എന്ന് ഈ നന്ദനെ തട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ആ വിവരം നമ്മളുടെ CP ആണെങ്കിൽ ഋഷിയോട് പറയുന്ന സമയത്ത് അരുന്ധതി അത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, ഇത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോണേ, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാവരും അറിയണമെന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, മേഡം നമ്മളുടെ ഋഷിമോൻ്റെ നന്മയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് മേഡത്തിന് അറിയാലോ, ഋഷിമോൻ പിന്നെ ജയിലിൽ കൊണ്ടുവരും, അതുകൊണ്ട് ഇതേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറയുമ്പോൾ ഈ അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല, എന്തായാലും നന്ദനെ കൊന്നു കളയാനൊന്നും പറ്റില്ലല്ലോ, പുറത്ത് വിടണ്ടേ, ആ സമയത്താണെങ്കിലും സത്യങ്ങളെല്ലാവരും അറിയില്ലേ, പിന്നെ ഋഷി അവനെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, ഋഷിമോനെ ഇതിൻ്റെ പിന്നിലെന്ന് ആരും അറിയില്ല മേഡം, അതോർത്ത് മേഡം ടെൻഷൻ ആവുമൊന്നും വേണ്ട, എന്നാൽ ഞാൻ പോട്ടെ മേഡം എന്ന് പറഞ്ഞ് CP പോകുന്നുണ്ട്. CP പോയി കഴിഞ്ഞതും അരുന്ധതി ഋഷിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോനെ ഈ കാട്ടിക്കൂട്ടണത്, ഇതൊക്കെ വലിയ പ്രശ്നമാവും, CPക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഇപ്പം നന്ദനും അമ്മയും ദേവികയും എല്ലാം ഒരുപാട് സങ്കടത്തിലാണ്, ഇനി മതി നമുക്കിത് ഇവിടെ കൊണ്ട് നിർത്താം, ഇനിയും അവരെ വിഷമിപ്പിക്കണ്ട, അവരത്രയ്ക്ക് വലിയ ദ്രോഹമൊന്നും നമ്മളോട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, അപ്പം അമ്മ എൻ്റെ ലീനയെ മറന്നോ, ലീന മരിക്കാൻ കാരണം ആ പ്രഭാവതി അല്ലേ, ആ ഒരു വേദന പ്രഭാവതി അറിയണം, അത് മാത്രമാണോ, എത്രയോ മാസങ്ങളോളം അമ്മ എനിക്ക് കാവലിരുന്നു, അതും എനിക്കൊന്ന് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ആ അവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തിയെടുത്തത് ദേവികയല്ലേ, അതുകൊണ്ട് നീ ദേവികയുടെ ജീവിതം തകർക്കാൻ നോക്കരുതെന്ന് പറയുമ്പം ഞാൻ ദേവികയുടെ ജീവിതം തകർക്കാനൊന്നും നോക്കണില്ല, ഇനിയിപ്പോൾ ഞാൻ ദേവികയെ രക്ഷിക്കാൻ നോക്കിയാലും നടക്കില്ല അമ്മേ, ആ ഇസബെല്ല അതിന് സമ്മതിക്കില്ല. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഈ ഇസബെല്ലയ്ക്ക് എന്താ ബുദ്ധിയും ബോധമൊന്നുമില്ലേ, മറ്റൊരാളുടെ ഭർത്താവിനെയാണോ അടിച്ചെടുക്കാൻ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ഈ നന്ദന് പണ്ട് ഇസബെല്ലയെ ഇഷ്ടമായിരുന്നു, ഇസബെല്ലയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ദേവിക വന്ന് കയറിയത്, അങ്ങനെ നന്ദൻ്റെ ഇഷ്ടം ദേവികയിലേക്കായത്, അത് തന്നെ ഇസബെല്ലയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്, ഇപ്പോൾ വീണ്ടും നന്ദനെ സ്വന്തമാക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അത് ഇസബെല്ല ഉപയോഗപ്പെടുത്തണമെന്നേ ഉള്ളൂ. ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ CPയോട് പറയണ കേട്ടല്ലോ ഇസബെല്ലയും നന്ദനെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ അയച്ചു എന്ന്, അതെന്തിനാന്ന് ചോദിക്കുമ്പം നന്ദൻ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇസബെല്ലയും കെവിനും ആദ്യം കുടുങ്ങണതെന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവർ നന്ദൻ സത്യം പറയാതിരിക്കാനാണ് തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്, പിന്നെ ഞാൻ നന്ദനെ കടത്തിക്കൊണ്ടുവന്ന കാര്യമൊന്നും ഇസബെല്ലയ്ക്കോ കെവിനോ അറിയില്ല. സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഋഷി ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും, ഒന്നാമതേ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ആ ജഡ്ജിയാണ്, ആ ജഡ്ജിക്ക് കാര്യങ്ങൾ അറിയാം, അന്നിവിടെ വന്നത് തന്നെ പലതും ലക്ഷ്യം വെച്ചോണ്ടാ, ഇതിലിപ്പോൾ ആ ജഡ്ജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഋഷി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുകയാണ്, പോലീസ് വന്ന് നോക്കിയിട്ടും ഒരു തെളിവും കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രഭാവതി പറയുന്നുണ്ട്, നന്ദൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, നന്ദനെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലെങ്കിൽ നന്ദൻ സ്വയം ജീവൻ വേണ്ടെന്ന് വെച്ച് കാണൂ, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് കരയുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ നീ ഒന്ന് സമാധാനപ്പെടുക, എന്തായാലും നന്ദനൊന്നും സംഭവിക്കില്ല, നന്ദന് കുറ്റം വെക്കണതിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ നന്ദൻ കുറ്റം ഏൽക്കുന്നത് വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല, അതുപോലെ തന്നെ നന്ദൻ്റെ കൂടെ അന്ന് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നന്ദനും പ്രഭയും ഒരേ സ്വരത്തിലാണ് പറഞ്ഞാൽ ആരും ഇല്ലായിരുന്നു എന്ന്, ഇനിയിപ്പോൾ നന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും നന്ദൻ കുറ്റങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അവരും പിടിക്കപ്പെടുമെന്ന് ഓർത്ത് നന്ദനെ കടത്തിക്കൊണ്ട് പോയതാണെന്ന് സംശയമുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കൂല, കാരണം ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അപ്പം നന്ദന് സഹായത്തിന് വേറെ ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ, അപ്പം താനും നന്ദനും ഞങ്ങളിൽ നിന്ന് അതെല്ലാം മറച്ചു വയ്ക്കുമായിരുന്നു, അതാ ഹരിയേട്ടൻ പറഞ്ഞത് നന്ദൻ പറയണതും പ്രഭാവതി പറയണതും സത്യമല്ല, എന്തൊക്കെയോ നിങ്ങൾ മറച്ചു വെക്കേണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അന്ന് നന്ദന് കൂട്ടിനുണ്ടായിരുന്നത് ആരാന്ന് ചോദിക്കുമ്പം സിദ്ധു അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അന്ന് നന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കെവിൻ എല്ലാ കാര്യത്തിനും നന്ദൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഋഷി മരിച്ചതിന് ശേഷം നന്ദൻ ഋഷിയെ കണ്ടിട്ടൊന്നുമില്ല, ഋഷിയുടെ ബോഡി കുഴിച്ചിട്ടതൊക്കെ കെവിൻ തന്നെയാണ്, കെവിൻ ആരെയോ കൂട്ടി അതൊക്കെ ചെയ്തിരുന്നു. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് നന്ദൻ്റെ കേസിൽ കുറച്ച് പ്രതീക്ഷയുണ്ട്, എന്തായാലും നന്ദനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി, ഈ കേസിൽ നിന്ന് നന്ദനെ ഞാൻ പുഷ്പം പോലെ രക്ഷിച്ചെടുക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിൻ്റെ അമ്മേനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഗിരി ഇത് എവിടെ പോയതാ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഇന്നല്ലേ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ്, എന്നിട്ട് ഗിരി അതിന് പോകാതെ കൂട്ടുകാരൻ്റെ കാര്യത്തിന് പോയ എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ
അതാ ഞാനും ആലോചിക്കണേ. രാവിലെ തന്നെ ചന്ദ്രോത്ത് പോയി നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആള് ചന്ദ്രോത്തേക്ക് പോവാതെ ഇത് എങ്ങോട്ട് പോയി, ഇനി വേറെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ എന്നൊക്കെ പറയുന്ന സമയത്താണ് ഗിരീഷിനെ അങ്ങോട്ട് വരുന്നത്. ഗിരീഷിനെ കണ്ടതും രജനി ഗിരി ഇത് എവിടെ പോയതായിരുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഞാൻ പറയണത് നീ ക്ഷമയോടുകൂടി കേൾക്കണം, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്നു. ആ സമയം രജനി കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗിരി, വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ നന്ദനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. പ്രഭാവതി മേഡം രാവിലെ ചായയായിട്ട് ചെന്ന സമയത്ത് നന്ദൻ റൂമിലുണ്ടായിരുന്നില്ല. നന്ദൻ എവിടെ പോയി എന്ന് ഒരറിവുമില്ല. അവൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു, അവരുടെ അടുത്തേക്ക് ഒന്നും നന്ദൻ എത്തിയിട്ടില്ല. ആ സമയത്ത് ഈ രജനി പറയുന്നുണ്ട്, ഇനി അരുന്ധതി നന്ദനെ ഉപദ്രവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ ഉപദ്രവിച്ചെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും തെളിവുകൾ റൂമിൽ കാണേണ്ടതല്ലേ. ഇത് റൂമിലൊന്നും ഒരു തെളിവുമില്ല, ഒരു പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളുമില്ല. പോലീസൊക്കെ വന്ന് അന്വേഷിച്ചു. ഇനിയിപ്പോൾ ഫോറൻസിക്കും കൂടെ വന്നിട്ട് FIR ഇടാന്നാണ് ആ DYSP പറഞ്ഞത്. എന്തായാലും നന്ദനെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എന്നാലും നന്ദൻ ഇത് എവിടെ പോയതായിരിക്കും, ഇനി ദേവിക എങ്ങാനും അവനെ മാറ്റിയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവികയൊന്നും അങ്ങനെ ചെയ്യില്ല. എന്തായാലും ഇന്നലെ രാത്രി വരെ നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ റെഡി ആയിട്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് നന്ദൻ എങ്ങനെയെങ്കിലും പോയതാന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണെങ്കിലും അതിൻ്റെതായ ഒരു ലക്ഷണവും നന്ദൻ്റെ റൂമിലില്ല. ഇനിയിപ്പോൾ നന്ദൻ എന്ത് പറ്റിക്കാണോ ഭഗവാനെ, എന്തൊരു കഷ്ടകാലം ഇത്. എന്തായാലും കുറേ ദിവസമായിട്ട് ചന്ദ്രോത്ത് പ്രശ്നങ്ങൾ തന്നെയാണെന്നും പറഞ്ഞ് രജനി ഇരുന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണം സിദ്ധു എന്ന് പറയുമ്പോൾ താൻ എന്തൊക്കെയാണ് ഈ പറയണത്, അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നന്ദനെ എവിടെയാണെന്ന് കരുതിയാൽ കണ്ടുപിടിക്കണേ. എന്തായാലും ഞാൻ ഹരിയേട്ടനോട് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, ഹരിയേട്ടൻ ഇപ്പം തന്നെ വരുമെന്ന് പറയണം. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഹരികൃഷ്ണൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി വന്നതും ഹരിയേട്ടൻ വന്നു എന്നും പറഞ്ഞ് പ്രഭാവതി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം ഹരിയേട്ടനെ ആണെങ്കിൽ എന്താ ഈ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഹരിയേട്ട, ഒരു വിവരവും ഇല്ല. ശരിക്കും നന്ദൻ എങ്ങനെയെങ്കിലും പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ഹരിയേട്ട, രാത്രി വരെയും അവൻ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞ് തന്നെ ഇരുന്ന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ കോഫിയും കൊണ്ട് ചെല്ലുമ്പം നന്ദൻ റൂമിലില്ല. എന്തായാലും പോലീസ് വന്ന് അന്വേഷണമൊക്കെ കഴിഞ്ഞ് പോയി എന്ന് പറയുമ്പം പോലീസ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കണ നേരം പ്രഭാവതി പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും അവിടെ ഇല്ല, അതിന് പറ്റിയ യാതൊരു തെളിവുകളും ഇല്ലയെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ ഹരികൃഷ്ണനാണെങ്കിൽ ഞാൻ എന്തായാലും നന്ദൻ്റെ റൂമൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നന്ദനെ കാണണമെന്നും പറഞ്ഞ് കെവിൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ഈ കുരുവിള വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്തായി പാപ്പ, ചന്ദ്രോത്ത് പോയിട്ട് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോൾ നീ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ നന്ദനെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയേക്കണേ. ഞാൻ എല്ലായിടത്തും പോലീസിനെയും കൊണ്ട് നോക്കിപ്പിച്ചു, അവർ സംശയകരമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആളെ അന്വേഷണം ഏൽപ്പിക്കുമെന്ന് ചോദിക്കുമ്പം കുരുവിള പറയുന്നുണ്ട്, അത് ഏൽപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല ബെല്ല, ആര് വന്ന് അന്വേഷിച്ചാലും അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു തെളിവുകളും ഇല്ല. അത്രയും നീറ്റായിട്ടാണ് നീ വിട്ട ആളുകൾ നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. അത് കേട്ടതും ഇസബല്ല പറയുന്നുണ്ട്, ഇപ്പോൾ പാപ്പന് മനസ്സിലായല്ലോ, ഞാൻ എന്തെങ്കിലും കാര്യം നടത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ തന്നെ നടത്തുമെന്ന്. ഇപ്പോഴല്ലേ പാപ്പന് എന്നെ വിശ്വാസമായി. അന്നേരം കുരുവിള പറയുന്നുണ്ട്, നമ്മളങ്ങനെ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എതിർഭാഗത്ത് ആ ഹരിവക്കീലുണ്ട്, അയാൾ നല്ല ബുദ്ധിയുള്ളവനാണ്, അയാൾക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ തുമ്പിൻ്റെ പുറകെ വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും ദേവികയുടെ അച്ഛനെയാണ്. മാധവനാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോളെ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല അച്ഛാ, പോലീസ് വന്ന് അന്വേഷണം കഴിഞ്ഞ് പോയി. പോലീസ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പോലീസ് നന്ദൻ്റെ റൂമിലൊക്കെ കയറി നോക്കി, പക്ഷേ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയതിൻ്റെതായ ഒരു ലക്ഷണവും കണ്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഒരു തെളിവുകളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് നന്ദനെ കടത്തിക്കൊണ്ടുപോയവർ ചെയ്തേക്കണം. ഇനിയിപ്പോൾ അരുന്ധതി എങ്ങാനും ആയിരിക്കും നന്ദനെ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതും സംശയിക്കണം അച്ഛാ. എന്തായാലും ഋഷിയെ കൊന്നത് നന്ദു ആണ് അരുന്ധതി മേഡം അറിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതാണോന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ശാരിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, അരുന്ധതി മേഡം ഒന്നും ആയിരിക്കില്ല. കാരണം നന്ദേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റം ഏറ്റു കഴിഞ്ഞാൽ എന്തായാലും നന്ദേട്ടനെ കോടതി ശിക്ഷിക്കും. പിന്നെ അരുന്ധതി മേഡം അങ്ങനെ തട്ടിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാ, ഇനിയിപ്പോൾ ആരാ തട്ടിക്കൊണ്ടുപോയെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, എന്തായാലും അന്ന് നന്ദേട്ടൻ ഒറ്റയ്ക്കൊന്നുമല്ല ഈ കൊന്നു കുഴിച്ചിട്ടത്, എന്തായാലും നന്ദേട്ടനെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ നന്ദേട്ടൻ സത്യങ്ങളെല്ലാം കോടതിയിൽ തുറന്നു പറയുമെന്ന് മനസ്സിലായപ്പം നന്ദേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കാം ചിലപ്പോൾ നന്ദേട്ടനെ തട്ടിക്കൊണ്ടുപോയത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതിന് നന്ദു ഒറ്റയ്ക്ക് എല്ലാം ചെയ്തതെന്നല്ലേ പറയണേ, നന്ദുവിൻ്റെ കൂടെ ആരും ഇല്ലയെന്നാണ് നന്ദു ഹരിയങ്ങളോടും എന്നോടും എല്ലാവരോടും പറഞ്ഞേക്കണേ. പക്ഷേ ഹരിയങ്ങൾ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഹരിയങ്ങൾ പിന്നെയും ചോദിച്ചു കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ നന്ദു ഉറപ്പിച്ച്
വിളിച്ച് പറയണത് നന്ദു ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ആരാ ശരി നന്ദുവിനെ തട്ടിക്കൊണ്ട് പോണേ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ നന്ദൻ്റെ റൂമൊക്കെ സെർച്ച് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പ്രഭാവതി എന്നിട്ട് എന്തായി ഹരിയേട്ടാ റൂമിൽ ചെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് ചോദിക്കുമ്പം പ്രഭ ഒന്ന് സമാധാനപ്പെട്, എത്രയും പെട്ടെന്ന് നമ്മൾ നന്ദനെ കണ്ടെത്തും, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടാന്ന് പറയുന്ന അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നാണ് ഹരിയേട്ടൻ പറയണത്, അതിന് പോലീസ് വന്ന് നോക്കിയിട്ട് ഒരു തെളിവും കിട്ടിയില്ല എന്നല്ല പറഞ്ഞതെന്ന് പറയുമ്പം അതൊന്നോർത്ത് പ്രഭ ടെൻഷൻ ആവണ്ട, എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ നന്ദനെ കണ്ടെത്തും, പിന്നെ ഈ കാര്യം പ്രഭ ആരോടും പറയാനും നിൽക്കണ്ട, ഇത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ല കൊട്ടേഷൻ കൊടുത്ത ആ ഒരു ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഗുണ്ടകളാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാണ്ടാവുമ്പം ഇസബെല്ല കെവിനോട് പറയുന്നുണ്ട് അവന്മാരെ വിളിച്ചിട്ട് അവന്മാർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ അവർ വലിയ മദ്യപിച്ച് കിടക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ബെല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി വിളിക്കാമെന്ന് പറയുന്നു. ഇതേസമയം നമ്മളുടെ നന്ദനെയാണെങ്കിൽ ഈ ഋഷിയുടെ ആൾക്കാർ ഒരു ഗോഡൗണിൽ കൊടുന്ന് കെട്ടിയിട്ടേക്കാണ്. ആ സമയം നന്ദൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേ, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത്, ഞങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാ, എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോസ് ഇങ്ങോട്ട് വരും, അപ്പോൾ നിനക്ക് ബോസിനെ കണ്ട് നേരിട്ട് ബോധ്യപ്പെടാമല്ലോ എന്ന്. ആ സമയം നന്ദനാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, എന്നെ കാണാതെ അമ്മയും ദേവിയൊക്കെ വിഷമിച്ചിരിക്കുമല്ലോ, ഇവരൊക്കെ ആരായിരിക്കുമോ എന്തിനായിരിക്കും എന്നെ തട്ടിക്കൊണ്ടുവന്നേക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ എന്തായാലും കെവിൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ച് ഫോണെടുത്ത് കെവിന് വിളിക്കുന്നുണ്ട്. ഇതേസമയം കെവിനും ഇസബെല്ലയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശാരികയുടെ കോൾ വരുന്നത്. ശാരികയുടെ കോൾ കണ്ടതും കെവിൻ കോൾ എടുത്തിട്ട് ശാരികയെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാൻ, ഞാനിപ്പോൾ ഡ്രൈവിങ്ങിലാണെന്ന് പറയണു. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട് കെവിൻ ചേട്ടൻ ഇപ്പോൾ എവിടെ പോകണേ എന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക, കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ശാരികയ്ക്ക് തിരിച്ചു വിളിക്കാമെന്ന് പറയണു. ആ സമയത്ത് തന്നെ നമ്മളുടെ ശാരികയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ശാരിക വിളിക്കുമ്പോൾ തന്നെ കെവിൻ വണ്ടി സൈഡ് ഒതുക്കിയിട്ടിട്ട് ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കെവിൻ ചേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്, അധികം വൈകാതെ തന്നെ ഞാനത് കണ്ടെത്തും, അതോടുകൂടി കെവിൻ്റെ മുഖംമൂടി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വലിച്ചു കീറും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.